ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തുറുങ്കിലടയ്ക്കുമെന്ന് പറയുന്ന ഒരു മേയർ ന്യൂയോർക്കിനുണ്ടായാൽ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യും? ഗസയിലെ വംശഹത്യയെ കണ്ണടച്ചെതിർക്കുന്ന ഒരു ഇന്ത്യൻ വംശജൻ കൂടിയായാൽ, അതും ട്രംപിന്റെ സംഘങ്ങൾ 100% കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് എന്ന് വിളിക്കുന്ന ഒരാൾ കൂടിയായാൽ, ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ളവർക്ക് കൂടി വലിയ ആഘോഷമാകും. പറഞ്ഞു വരുന്നത് സൊറാൻ മംദാനിയെക്കുറിച്ച്. ഈ പേരിനുടമ ഇപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിന്റെ മേയർ കസേരയുടെ തൊട്ടടുത്താണ്. ഒരു വർഷം മുമ്പ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിന്റെ മാത്രം ചട്ടക്കൂടിനുള്ളിൽ കേട്ടിരുന്ന പേരാണ് ഈ 33-ാം വയസ്സിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങുന്ന സൊറാൻ മംദാനി. ഇപ്പോൾ മുഴുവൻ പേര് സൊറാൻ ക്വാമെ മംദാനി. പേരിലെ ആ ക്വാമെ ഘാനയുടെ ആദ്യ പ്രസിഡന്റ് ക്വാമെ ക്രോമയെ ബഹുമാനിക്കുന്നതിന്റെ സൂചനയാണ്. അതായത് ഈ പേരിൽ തന്നെയുണ്ട് സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തോടുള്ള അഭിനിവേശം. 2021 മുതൽ ന്യൂയോർക്ക് സംസ്ഥാന അസംബ്ലിയുടെ അസ്റ്റോറിയ ക്യൂൻസ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന മംദാനി ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിന്റെ നോമിനിയാണ്. ഇന്ത്യൻ വംശജനും ഉഗാണ്ടൻ ചിന്തകരുമായ മെഹ്മൂദ് മംദാനിയുടെ മകനായ സൊറാന്റെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയടക്കം ഉറ്റുനോക്കുന്നതിന് കാരണം മറ്റൊന്നു കൂടിയുണ്ട്. മൺസൂൺ വെഡിങ്ങും നെയിം സേക്കും സലാം ബോംബെയും എല്ലാം സമ്മാനിച്ച പ്രശസ്ത ഇന്ത്യൻ സംവിധായിക മീര നായരുടെ മകൻ കൂടിയാണ് സൊറാൻ മംദാനി. ട്രംപിന്റെ കൂട്ടുകാർ എന്ത് പേരിട്ട് വിളിച്ചാലും താൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളാണ് മംദാനി. റെന്റ് ഫ്രീസ്, ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട്, സർക്കാർ നിയന്ത്രിത ഗ്രോസറി സ്റ്റോറുകൾ, യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ട്രംപിന്റെ ടീം കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് എന്ന മംദാനിയെ വിളിക്കുന്നത്. ഹൗസിംഗ് കൗൺസിലായി പ്രവർത്തിച്ച കാലത്ത് ലോ ഇൻകം ഹോം ഓണേഴ്സിനെ, പ്രത്യേകിച്ച് വെളുത്തവരല്ലാത്തവരെ കുടിയൊഴിപ്പിക്കൽ നിന്ന് രക്ഷപ്പെടുത്തുക കൂടി ചെയ്ത മംദാനി ആശയങ്ങൾ പ്രാവർത്തികമാക്കി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മംദാനിയുടെ പ്ലാറ്റ്ഫോം തന്നെ വർക്കിംഗ് ക്ലാസ് ന്യൂയോർക്കേഴ്സിന്റെ ജീവിത ചെലവ് കുറയ്ക്കുക എന്നതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മംദാനി മുന്നോട്ട് വയ്ക്കുന്നത്. മംദാനിയുടെ രാഷ്ട്രീയ ദർശനത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയത് കുടുംബ പശ്ചാത്തലം കൂടിയാണെന്ന് പറയാതെ പറ്റില്ല. സിറ്റിസൺ ആൻഡ് സബ്ജക്റ്റ് പോലുള്ള പുസ്തകങ്ങളിലൂടെ അധികാരവും അനീതിയും പരിശോധിക്കുന്ന കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ അപ്പോസ്തലനാണ് പിതാവ് മെഹ്മൂദ് മംദാനി. മാതാവ് മീര നായർ മൺസൂൺ വെഡിങ് പോലുള്ള സിനിമകളിലൂടെ ഇന്ത്യൻ മധ്യവർഗം അഭിമാനപൂർവ്വം ഒളിപ്പിച്ചു വെച്ച് ശീലിച്ച എത്രയോ സാംസ്കാരിക സാമൂഹിക ഗ്രേ വിഷയങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. മംദാനിയുടെ ആഫ്രിക്കൻ ഇന്ത്യൻ മുസ്ലിം ഐഡന്റിറ്റിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം. ജയിച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം മേയർ എന്നുപോലും മംദാനി വിശേഷിപ്പിക്കപ്പെട്ടേക്കാം. ട്രംപ് മാത്രമല്ല, നരേന്ദ്രമോദിയുടെയും കടുത്ത വിമർശകനാണ് മംദാനി. ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച മംദാനി മോദി ഗുജറാത്തിലെ മുസ്ലിങ്ങളെ നശിപ്പിച്ചു എന്ന ആരോപണം ഉയർത്തിയത് ചെറിയ വിവാദമല്ല അമേരിക്കയിൽ ഉണ്ടാക്കിയത്. ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യ 10% ഔദ്യോഗിക കണക്കുകളെ അവഗണിച്ച് മോദി കൊന്നതിനാൽ ഗുജറാത്തി മുസ്ലിങ്ങൾ ഇനി നിലവിലില്ല എന്ന് പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക വൃത്തങ്ങളിൽ ശക്തമായ എതിർപ്പിന് പോലും കാരണമായി. BJP മോദി ഭരണത്തെ ഹിന്ദു ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്ലൂറലിസത്തെ നശിപ്പിക്കുന്നതുമായി വിമർശിക്കുക മാത്രമല്ല, മോദി അമേരിക്കയിലെത്തിയാൽ ഒരു പ്ലാറ്റ്ഫോമിലും പങ്കിട്ട് പ്രവർത്തിക്കില്ല എന്നുകൂടി പറഞ്ഞയാളാണ് മംദാനി. ഇത് ഹിന്ദു വിരുദ്ധ പ്രചാരണമാണെന്ന് അമേരിക്കയിലെ സംഘപരിവാർ അനുകൂലികൾ ആരോപിക്കുകയും ചെയ്തു. വ്യക്തിപരമായി ആരാണ് സൊഹ്റാൻ മംദാനി എന്നതും വ്യത്യസ്തമാണ്. ഹിപ് ഹോപ്പ് നേർഡാണ് സൊറാൻ മംദാനി. 2016 ഉഗാണ്ടൻ റാപ്പ് HABയുമായി ചേർന്ന് നോട്ട് ഗോയിങ് ബാക്ക് ടു വില്ലേജ് എന്ന പാട്ടുമായി സൊറാൻ എത്തി. 2019 മറ്റൊരു റാപ്പ് സിംഗിളായ നാനിയുമായും സൊറാൻ വന്നു. സൊറാൻ മംദാനിയുടെ ജീവിതം ഒരു ആഗോള യാത്ര കൂടിയാണ് എന്നുകൂടി പറയണം. 5 വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക്, 7 വയസ്സിൽ ന്യൂയോർക്കിലേക്ക് കുടിയേറിയ മംദാനി ബ്രോങ്സ് ഹൈസ്കൂൾ ഓഫ് സയൻസിലും ബൗഡോയിൻ കോളേജിലെ ആഫ്രിക്കൻ സ്റ്റഡീസിൽ ബിരുദവും നേടി. ഹിപ് ഹോപ്പ് മ്യൂസീഷ്യനായും പ്രവർത്തിച്ചു. മിസ്റ്റർ കാഡമം എന്ന പേരിൽ റാപ്പ് സോങ്ങുകൾ പുറത്തിറക്കി. പലസ്തീൻ ആക്ടിവിസ്റ്റുകളുമായുള്ള ബന്ധങ്ങൾ ഉയർത്തി മംദാനി ചില വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള സർവേകൾ അനുസരിച്ച് ഫ്രണ്ട് റണ്ണറാണ് മംദാനി. യുവാക്കളെയും പുതിയ ആശയങ്ങളുള്ള വോട്ടർമാരെയും ആകർഷിക്കുന്ന ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്. ന്യൂയോർക്ക് മേയർ കസേരയിലേക്ക് സൊറാൻ മംദാനി എത്തിയാൽ കമ്മ്യൂണിസ്റ്റ് സമീപനം നടപ്പിലാക്കാനാകുമോ എന്നതാണ് ചോദ്യം. മംദാനിയുടെ വിജയം അമേരിക്കൻ ഇടതുപക്ഷത്തിന്റെ ഭാവി നിർണ്ണയിക്കും. അത് സോഷ്യലിസത്തിന്റെ പുതിയ അധ്യായമാകുമോ, അതോ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾക്ക് ഭീഷണിയാകുമോ? കാലം പറയും. ഇന്ത്യക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഉറ്റുനോക്കാനുണ്ട്. അതുകൊണ്ട് ഇത്തവണ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ്